ഹായ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരളത്തിലെ ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന മറ്റൊരു വിഷയമാണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ്. അതിനു മുന്നേ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരു പാർട്ടിയിലും അംഗത്വമുള്ള ആളല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പൊതു താല്പര്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയോട് ഒരു ചായ്വോ ഇല്ല. അതുകൊണ്ട് ഇത് തികച്ചും എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഞാൻ രേഖപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. സോ ഈ ചാനൽ ഞാൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നതും അതിനു വേണ്ടി തന്നെയാണ്. എനിക്ക് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് എൻ്റെ അഭിപ്രായം എന്താണെന്നുള്ളത് പറയുക എന്നുള്ളതാണ് ഞാൻ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ തെരഞ്ഞെടുപ്പിൽ എൻ്റെ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ, എം സ്വരാജ് എന്ന് പറയുന്ന LDF സ്ഥാനാർത്ഥിയും UDFന്റെ ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയും തമ്മിലാണ് ശക്തമായ മത്സരം നടക്കാൻ ചാൻസ് ഉള്ളത്. NDAയുടെ സ്ഥാനാർത്ഥിനെ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല, അവർ മത്സരിക്കുന്നില്ല എന്നും പറയുന്നുണ്ട്. സോ ഇതിൽ എൻ്റെ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി എം സ്വരാജ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഇത്രയും നാളത്തെ കടന്നുവരവ് എങ്ങനെയായിരുന്നു, LDFന് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചത് എങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആര്യാടൻ ഷൗക്കത്തിനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് ശക്തനായുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് LDF വെച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ജയിക്കാൻ ചാൻസ് കൂടുതൽ എം സ്വരാജ് തന്നെയാണ്, LDF തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി LDF തോക്കുവാണെങ്കിൽ തന്നെ അതിന്റെ റീസൺ ആയിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ കഴിഞ്ഞ വർഷങ്ങളിലുള്ള LDFന്റെ ഭരണം, അതിന്റെ ഒരു റിസൾട്ട് ആയിട്ടായിരിക്കും എം സ്വരാജ് തോക്കാൻ പോകുന്നത്. അദ്ദേഹം തോക്കുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മാത്രമേ തോക്കാനുള്ള ചാൻസ് ഉള്ളൂ. അത് UDFന് ഒരു മേൽക്കൈ കൊടുക്കുകയും ചെയ്യും. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റിൽ അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. ബൈ.